ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് നോമ്പ് തുറക്കാനെല്ലാം എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ അങ്ങനെ യൂസ് ചെയ്യാം. ഓയിൽ ഒന്ന് ചൂടായി വന്നാൽ പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ഇല്ലെങ്കിൽ രണ്ടും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു പച്ചമുളക് ചെറുതായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങൾ എരിവ് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. എന്നിട്ട് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഈ എണ്ണയിലൊന്ന് വാട്ടി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 2 മീഡിയം സൈസ് ഉള്ളി ഈ ഒരു രീതിയിൽ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് നമുക്ക് നല്ലോണം തന്നെ ഒന്ന് വാട്ടിയെടുക്കണം. കുറച്ച് നല്ലോണം തന്നെ വാടണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഈ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയി വരട്ടെ. അപ്പോൾ ഇതാ ഉള്ളിയെല്ലാം സോഫ്റ്റ് ആയി വന്നിന്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാട്ടോ ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൽ ചേർക്കുന്ന പൊടികളുടെ അളവ് കൂടാണ്ട് നോക്കാം. കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പൊടിന്റെ കുത്തൽ വരും. ഇതെല്ലാം ചേർത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം വല്ലാണ്ട് കൂടി പോണ്ട. ഞാനീ പറഞ്ഞ ഉള്ളിൻ്റെ കണക്കിന് ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ടത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. അതൊന്ന് മസാല ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു കുഴഞ്ഞ പരുവത്തിൽ അങ്ങനെ കിട്ടണ്ടേറ്റാട്ടോ വെള്ളം ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനിതാ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ സമൂസന്റെ ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു രീതിയിൽ 2 ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം. ഒന്ന് ക്രോസ് ആയിട്ടും ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് അങ്ങനെ വെച്ചു കൊടുക്കാം. എന്നിട്ട് അതിന്റെ സെൻട്രലായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്ത് ആ ഒരു മസാല വെച്ചു കൊടുക്കാം. മസാല വെക്കുന്ന സമയത്ത് കുറച്ച് വെച്ചാൽ മതി. കുറെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മടക്കി എടുക്കുന്ന സമയത്ത് അതങ്ങ് സമൂസന്റെ ആ ഒരു ഷീറ്റ് അങ്ങ് കീറിപ്പോവും. പിന്നെ നമുക്ക് നല്ല വൃത്തിയിൽ അങ്ങ് മടക്കി എടുക്കാൻ പറ്റൂല. പിന്നെ ഇതിലേക്ക് മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട ഇപ്പോൾ പുഴുങ്ങിയിട്ട് ഞാൻ എടുത്തതാണ്. ഒരു മുട്ട 4 പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ എടുത്തത് കുറച്ച് വലുപ്പമുള്ള മുട്ടയായതുകൊണ്ട് 4 പീസായിട്ട് അങ്ങനെ കട്ട് ചെയ്തിന്. അപ്പൊ നിങ്ങൾ എടുക്കുന്നത് ചെറിയ മുട്ടയാണെങ്കിൽ ഒരു മുട്ട 2 പീസായിട്ട് അങ്ങനെ കട്ട് ചെയ്താൽ മതി. അപ്പൊ ഇതാ ആ മുട്ടന്റെ പീസ് ആ മസാലന്റെ മേലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് 4 സൈഡിലും ആയിട്ട് ഞാൻ മൈദന്റെ മിക്സ് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ മൈദ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയെടുത്തതാണ്, ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു മൈദന്റെ മിക്സ് 4 സൈഡിലായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. ഈ വീഡിയോ കാണുന്ന രീതിയിൽ ഒന്ന് മടക്കിയെടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ ഗ്യാപ്പ് വരുന്ന സ്ഥലങ്ങളിലെല്ലാം മൈദന്റെ ആ ഒരു മിക്സ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ ഇതാണ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് റെഡിയാക്കി എടുത്തിന്. ഈ ഒരു ഇതിൽ ഞാൻ ബാക്കിയെല്ലാം അങ്ങനെ ചെയ്തെടുക്കട്ടെ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനിതാ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി എടുത്തത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിതാ 2 ഇട്ടിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഫ്രൈ ആക്കുന്ന പാൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ടിട്ട് ചെയ്തിട്ടെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ അങ്ങനെ ആയി കിട്ടും. ഒരു സൈഡിലായി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പം നമ്മളെ ഇഫ്താർ സ്പെഷ്യൽ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.